ഈശോ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 12-ാം വാക്യത്തില് ഈശോ പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇതേ ഈശോ ശിഷ്യന്മാരെ നോക്കി പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ, നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു, നിങ്ങളുടെ ഉള്ളിലും ഈ വെളിച്ചം നിൽക്കുന്നു. ഫിലിപ്പിയൻ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:15 പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്, സഭയിലുള്ള വിശ്വാസികളെ നോക്കി, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ദൈവം വെളിച്ചമായി ഈ ലോകത്ത് പ്രശോഭിക്കുവാൻ വേണ്ടി കർത്താവ് നിങ്ങളെ പ്ലേസ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലൊരു വെളിച്ചമുണ്ട്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അതായത് പ്രിയ സഹോദരങ്ങളെ, ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ സാന്നിധ്യം, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതാണ് കൊളോസിയൻസ് 1:27 പ്രകാരം പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലൊരു വെളിച്ചമുണ്ട്. അപ്പൊ ഈ നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്താ? നക്ഷത്രങ്ങൾ എപ്പോഴും പ്രശോഭിച്ചുകൊണ്ട് നിൽക്കുവാണ്, അല്ലെ? അപ്പോൾ ഈ വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ പ്രശോഭിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. അതായത് വെളിച്ചം വരുമ്പോഴത്തേക്കും അന്ധകാരം മാറിപ്പോകും, അല്ലെ? വെളിച്ചം വരെ ഒരു വീട്ടിൽ ലൈറ്റ് ഇട്ട് കഴിയുന്ന സമയത്ത് പിന്നെ അവിടെ ഇരുട്ടുണ്ടോ? ലൈറ്റ് ഇടുമ്പോൾ ഇരുട്ട് പോവുകയാണ്. അങ്ങനെയാണ് ദൈവം അതിനെ സൃഷ്ടിച്ചേക്കുന്നത്. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറുകയാണ്. അതുപോലെ തന്നെ ഈ വെളിച്ചം, ക്രിസ്തുവിന്റെ വെളിച്ചം എന്റെ ഉള്ളിലുണ്ട്. എന്റെ ഉള്ളിൽ ഈശോയുടെ വെളിച്ചമുണ്ടെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ നടക്കുവാൻ തുടങ്ങുമ്പോൾ, നമ്മൾ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ, എന്റെ കൂടെ നിൽക്കുന്ന ഈശോനെ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആ ദിവ്യ പ്രകാശം വ്യാപരിക്കുവാൻ തുടങ്ങും. ഈശോ കൂടെ ഉണ്ടെന്നുള്ള അവബോധത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാതെ നമ്മൾ ചെയ്യുന്ന ജോലികൾ, വീട്ടിൽ ചെയ്യുന്ന ജോലിയാകട്ടെ, നിങ്ങളുടെ ജോലി മേഖലകളിലാകട്ടെ, നിങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എന്ത് ശുശ്രൂഷയാകട്ടെ, അവിടെയെല്ലാം ഈ വെളിച്ചം, ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മളിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങും. ഹല്ലേലൂയ. സഹോദരങ്ങളെ, യു ആർ കോൾഡ് ടു ഷൈൻ. നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് വെളിച്ചമായിട്ടാണ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഈശോ ഇന്ന് നമ്മളെ നോക്കി പറയാം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇത് തന്നെയാണ് പൗലോസ്ലീഹയും പറയുന്നത്, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:15, നിങ്ങളെ ലോകത്ത് വെളിച്ചമായി ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.